ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അഗ്രികൾച്ചർ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. വളരെയധികം പോസിറ്റീവായിട്ട് വളരെയധികം പ്രതീക്ഷയോടെ എല്ലാ ആൾക്കാരും നോക്കിക്കാണുന്ന ഒരു എക്സാമാണ് ഇപ്പം നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിന്റെ ഒരു പാറ്റേൺ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഡിസിപ്ലിനിലുള്ള ക്വസ്റ്റ്യൻസുകളും വളരെയധികം ടഫായിരുന്നു, സബ്ജക്ട് ഓറിയന്റഡ് ആയിരുന്നു, അതേപോലെ തന്നെ JRF ലെവലായിരുന്നു എന്നുള്ളൊരു കോമൺ ഒപ്പീനിയൻ വന്നിരുന്നു. ഞാനിങ്ങനെ പേഴ്സണലി പല ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തപ്പം കൂടുതൽ ആൾക്കാരും പറഞ്ഞത് എക്സ്റ്റൻഷൻ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ, അതായത് 20ഓളം ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നുള്ള കണ്ണടച്ച് ഒഴിവാക്കി എന്നാ പറഞ്ഞത്. അതായത് ക്വസ്റ്റ്യൻസുകൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സെന്റൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഉണ്ടായിരുന്നു. സോഷ്യൽ സയൻസിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് മറ്റു ഡിസിപ്ലിൻസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. അത് നമുക്ക് മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളേ ഉള്ളൂ. നമ്മളത് ആ ഒരു രീതിയിൽ കോഡ് ഭാഷകളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഈ പറയുന്ന എക്സ്റ്റൻഷനിൽ നിന്ന് 10 മാർക്ക് ചോദ്യം വരികയാണെങ്കിൽ എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. ഞാൻ അതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അളക എസ് ബാലൻ. ഞാൻ RARS പിലിക്കോട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോൺട്രാക്ച്വൽ ബേസിസിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. എക്സ്റ്റൻഷനിലെ ഹൃദയം എന്ന് അവകാശപ്പെടുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ വളരെയധികം സിമ്പിൾ, പഠിക്കാൻ വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് കേട്ടോ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഞാൻ തുടങ്ങട്ടെ. പീറ്റർ ഡ്രക്കർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ വെച്ച് കൊട്ടേഷനെ ബേസ് ചെയ്തിട്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇസ് ടു ഹിയർ വാട്ട് ഈസ് നോട്ട് ബീങ് സെഡ്. നമ്മൾ എപ്പോഴും വിചാരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാ. പക്ഷെ വാക്കുകൾക്കുപരി അതിനും അപ്പുറത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ വെറും വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത് 40% മാത്രമേ എഫക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 60% നോൺ വെർബൽ, വാക്കുകൾ ഇല്ലാതെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അതായത് നമ്മുടെ നോട്ടം, നമ്മുടെ തലയാട്ടം, നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ മൂവ്മെന്റ്സും കമ്മ്യൂണിക്കേഷൻ ഒരുപാടധികം സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം മനോഹരമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും എക്സ്റ്റൻഷൻ മാനേജ്മെന്റിൽ എക്സൽ ചെയ്യുന്നത്. അഗ്രികൾച്ചർ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ, ഫാമേഴ്സ് മാത്രമല്ല മറ്റു പല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതിരിക്കുന്നു. അവരുടെ ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ വൈഡ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെ അതിന്റെ ഒറിജിൻ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് വരുന്നത്. ഈ കമ്മ്യൂണിസിന്റെ അർത്ഥം കോമൺ എന്നാണ്. അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ ആണ് അതിന്റെ എക്സ്പ്ലനേഷൻ പോകുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ലാറ്റിൻ വേർഡ് ആണോ, ഗ്രീക്ക് വേർഡ് ആണോ, ഫ്രഞ്ച് വേർഡ് ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഏത് വാക്ക്, കമ്മ്യൂണിസ്, അതിന്റെ അർത്ഥം എന്ത്, കോമൺ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത കാര്യം പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് 2 or more people exchange ideas, facts, feelings or impressions so that each gains a common understanding of the meaning, intent and use of message. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ആശയങ്ങളുണ്ടാവും. അത് മറ്റൊരു വ്യക്തിയുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അതേ ഫീലിങ്സ് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയി എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ അവിടെ നടക്കുന്ന ആ ഒരു പ്രക്രിയ പല ആൾക്കാരുടെ ഇടയിൽ, അത് 2 വ്യക്തികളോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഇടയിലോ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആശയവിനിമയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ജനറലി നമ്മളൊരു വ്യക്തിക്ക്, വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ കയ്യിലുള്ള നോളജ് മൊത്തം നമുക്ക് കൈമാറി തരുന്നു. ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. അത് ഞാൻ പറഞ്ഞ പോലെ മെസ്സേജുകളായിട്ട് മാറാം, ചിലപ്പോൾ വാക്കുകൾ, നമ്മളിപ്പോൾ പറയുന്നത് സ്പോക്കൺ വേർഡ്സുകൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളൊരു ക്ലാസ് റൂമിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ടീച്ചറിന്റെ മൂവ്മെന്റ്സ് മൊത്തം നമ്മൾ ഒബ്സർവ് ചെയ്യും. അവരൊരു ബോർഡിൽ എഴുതുന്നതോ അവരെങ്ങനെയാണോ നടക്കുന്നത്, ആരൊക്കെയാണോ നോക്കുന്നത്, നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് കൂടുതൽ നമ്മളെ ഇതാക്കും. അതേപോലെ തന്നെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാരെയും ടീച്ചേഴ്സ് നല്ലപോലെ ഫോക്കസ് ചെയ്യും അല്ലേ. അപ്പം ടീച്ചേഴ്സിന്റെ അറ്റൻഷൻ കിട്ടുന്നത് ആ ഒരു ഐ മൂവ്മെന്റിലടക്കം കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് അധികം കാര്യങ്ങളുണ്ട്. ജസ്റ്റേഴ്സ് ഈ ഒരു
രീതിയിലാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ അഗ്രികൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, കാർഷിക മേഖലയിലെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനുണ്ടോ? ഉണ്ട്. കാര്യം നമ്മുടെ ഒരു എക്സ്റ്റൻഷൻ സ്റ്റൈൽ അഥവാ നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയാണ്. കഴിഞ്ഞ എക്സാമിന് അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. USA പോലെയുള്ള രാജ്യങ്ങളിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റേഷൻ, വ്യക്തികളുടെ ആ ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മോഡാണെങ്കിൽ ഇന്ത്യയിൽ എന്ത് തരത്തിലാണ് എക്സ്റ്റൻഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്യുവർ സെൻസിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. നമുക്ക് ഒരുപാട് അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ ഉണ്ട് കേട്ടോ. അപ്പം കൃഷി അല്ലെങ്കിൽ കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളോട് റാൻഡം ആയിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കൃഷിഭവനാണ്. എന്നാൽ കൃഷിഭവൻ മാത്രമാണോ നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷൻ? അല്ല. പിന്നെയും നിങ്ങൾ കുറച്ചും കൂടെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് KVK ഉണ്ട്, RIRS ഉണ്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ധാരാളം ഉണ്ട്. പിന്നെയും കുറച്ചും കൂടെ അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആത്മ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അറ്റിക് കേട്ടിട്ടുണ്ടാവും, ലീഡ്സ് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഗ്ലോബലി ഇന്ത്യയിൽ ഉള്ള ആ ഒരു നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്റ്റൻസീവ് സിസ്റ്റം മറ്റൊരു രാജ്യത്തിനും ഇല്ല. വളരെ പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. വളരെയധികം കൃത്യതയോടെ, വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ടെക്നോളജികൾ, അവിടെ നടക്കുന്ന പല പല പുതിയ കണ്ടുപിടുത്തങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്ലാൻ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അതിനെയാണ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നീ പറയുന്നത് കർഷകർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ ആളുകൾ നമ്മുടെ എക്കണോമിയിൽ അവരുടേതായ റോൾസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പം ഇൻപുട്ട് ഡീലേഴ്സ്, വളക്കച്ചവടക്കാരുണ്ട്. അപ്പൊ അവര് കർഷകരുമായിട്ട് ധാരാളം ഇന്ററാക്ഷനിൽ ഏർപ്പെടുന്നുണ്ട്. മരുന്നുകൾ ഏതൊക്കെ അടിക്കേണ്ടത് ചോദിക്കുന്ന സമയത്ത് അവർ ഇൻഫർമേഷൻസുകൾ കൊടുക്കുന്നുണ്ട്. ഇനി അവർ മാത്രമാണോ? അല്ല. നമുക്ക് മാർക്കറ്റിംഗ് സംബന്ധിച്ചും ഒരുപാട് വ്യക്തികൾ, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു എൻഡിലും കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നതും ഇതൊക്കെ നോൺ അഗ്രികൾച്ചറൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ കൃഷിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ ഇൻഡയറക്റ്റ് ആയിട്ട് സഹായിക്കുന്ന ആളുകളാണ്. ഇവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവർക്കും വേണ്ട ഇൻഫർമേഷൻസുകളും സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അഗ്രികൾച്ചറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നു. ഇപ്പൊ കർഷകർ മാത്രമല്ല നമ്മുടെ ഉദ്ദേശം, നോൺ അഗ്രികൾച്ചർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വേണ്ടി നമ്മൾ ഒരുപാട് ആശയങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹയർ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി, പ്രോസ്പെരിറ്റി, നല്ല രീതിയിലുള്ള വിളവ്, നല്ല ലാഭം, അതേപോലെ തന്നെ ഓവറോൾ അവരുടെ ആ ഒരു ബെറ്റർമെന്റ്, ഇതിനു വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നത്. ഇനി കമ്മ്യൂണിക്കേഷന്റെ പേർപ്പസ് പറയട്ടെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്ന മാത്രമല്ല കേട്ടോ, ഇതിന് കുറച്ച് പർപ്പസുകൾ ഉണ്ട്. അതായത് ടു ഇൻഫോം, എഡ്യൂക്കേഷണൽ അപ്രോച്ച്. ഇപ്പൊ നമ്മൾ ഒരു കീടത്തിന് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ കണ്ടു, അപ്പൊ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് നെല്ലിലെ ചാഴിയുടെ ആക്രമണമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പിക്ചർ, ചാഴി എങ്ങനെയാണ് എന്നുള്ള രൂപത്തോടെ നമ്മൾ പറയുന്നു. അതിനെ നമുക്ക് എന്ത് ഉപയോഗിച്ച് നിയന്ത്രിക്കാം എന്നുള്ളതും പറയുന്നു. അപ്പൊ ആ പിക്ചറിലൂടെ നമ്മൾ ആ ഒരു ഓർഗാനിസം, പുതുതായിട്ട് വന്ന ഒരു ഇൻവേസീവ് പെസ്റ്റ്, ഇതുവരെ കാണാത്ത ഒരു പെസ്റ്റ്, അതിനെ നമ്മൾ കണ്ട് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഇൻഫോം ചെയ്യാം, ഇങ്ങനെ ഒരു ആക്രമണം. റീസെന്റ് വാഴയിൽ ഇതുപോലെ പിറ്റ് ഡിസീസ് വന്നു. അതായത് കുഴിയായിട്ട് പോവുക, വാഴയുടെ മുകളിൽ, തൊലിയുടെ മുകളിലായിട്ട് ഇങ്ങനെ വരുന്നു. കർഷകർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഫംഗിസൈഡ് യൂസ് ചെയ്തിട്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് റീസെന്റ് അലേർട്ട്, അതായത് ഒരു 6-9 മാസം മുന്നേ യൂണിവേഴ്സിറ്റി എടുക്കുന്ന ഒരു എഫേർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി പോലെ ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ എന്തൊക്കെ മാർഗങ്ങൾ യൂസ് ചെയ്ത് നിയന്ത്രിക്കാൻ പറ്റുന്നു. ഇൻഫർമേഷൻ ആണ്. അതായത് രോഗം ഇതാണ്, നിങ്ങൾ ഈ മരുന്ന് അടിക്കുക. ആ ഒരു രീതിയിൽ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ആയിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു പർപ്പസ് ഉണ്ട്. അടുത്തത് ബിവേരി വ്യാസിയാന എന്ന് പറയുന്ന ഒരു മിത്രകുമിളിന്റെ ആക്രമണത്തിൽ നശിച്ചു പോയിട്ടുള്ള ഒരു ചാഴീന്റെ ഒരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, ബിവേരി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇൻസെക്ടിന്റെ അവസ്ഥ. വളരെയധികം സേഫ് ആയിട്ടും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ് ബിവേരിയ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഒരു പേർപ്പസ് ആണ്. ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പേർപ്പസ്. രണ്ടാമത്തെ പേർപ്പസ്
ടു പെർസുവേഡ്. നമ്മളോട് ഒരു വ്യക്തി കൂടുതൽ സംസാരിക്കുന്ന അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യങ്ങൾ. ഇപ്പൊ സപ്പോസ് ഒരു ഫിലിമിന്റെ കാര്യം തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി ആൾക്കാരുടെ ഇടയിൽ വരും അല്ലെ. അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് കുറെ കേട്ട് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളൊരു തോന്നൽ വരും അല്ലെ. അതാണ് പെർസുവേഡ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ഇമോഷൻ എന്താണോ അതിലെ സ്വാധീനിക്കുക. പെർസുവേഡ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് രണ്ട് ഫോട്ടോസുകൾ, അതായത് ചാലെടുത്തതും ചാലെടുക്കാത്തതുമായിട്ടുള്ള രണ്ട് കണ്ടത്തിലെ നെൽച്ചെടികളാണ് ഉള്ളത്. അപ്പൊ ചാലെടുക്കാത്ത കണ്ടത്തിലെ ചെടിയുടെ വേരുകൾ, അതായത് ഇപ്പോ അസിഡിറ്റി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ നമ്മൾ ചാലെടുക്കാണ്ട് നടത്തി, അതായത് നെല്ല് നട്ടു, അതിന്റെ വേരുകൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വേരിന്റെ വളർച്ച വളരെയധികം ലിമിറ്റഡ് ആണ്. ചുവന്ന നിറത്തിലാണ് അതിന്റെ വേരുകൾ ഉള്ളത്. അതായത് അതിന്റെ വേരുകൾ പ്രോപ്പർ ആയിട്ട് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല. വേരിന് വളർച്ച ഉണ്ടാവില്ല. വേരിന് വളർച്ചയില്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ചെടിയുടെ വളർച്ചയും ബാധിക്കും. അതേപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു, ഈൽഡും കുറയും. നേരെ മറിച്ച് ചാലെടുത്ത് ചെയ്ത ഒരു ഏരിയയിലുള്ള വേര് നിങ്ങൾ കണ്ടല്ലോ, അതിന്റെ വേരിന്റെ പടലങ്ങൾ കണ്ടല്ലോ, വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ചാലെടുത്ത് കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് നെല്ല് നട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഈൽഡ് കിട്ടും, അല്ലാതെ ആണെങ്കിൽ ഈൽഡ് കുറവായിരിക്കും. ഇത് പെർസ്വേഡ് ചെയ്യാണ്, നമ്മളെ നിർബന്ധിതമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളത് ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ആക്ഷനിലേക്ക് പെർസ്വേഡ് ചെയ്യാനായിട്ടും കമ്മ്യൂണിക്കേഷന് റോൾ ഉണ്ട്. മറ്റൊന്ന് എന്റർടൈൻ ചെയ്യാം. ഒരുപാട് നമ്മുടെ പ്രോഗ്രാംസുകൾ ഇപ്പം കർഷകർക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരുപാട് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ, എക്സിബിഷൻസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഇതും കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ലേണിംഗ് നടക്കണം, അത് എൻജോയബിൾ ആക്കണം. അപ്പൊ അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകളിലും അഗ്രികൾച്ചർ കമ്മ്യൂണിക്കേഷൻ ആ ഒരു രൂപത്തിൽ അഗ്രികൾച്ചർ ഗെയിംസുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടും നമ്മൾ ആൾക്കാർക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നാലാമതായിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റിമുലേറ്റ് എ ചേഞ്ച്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഡൈക്ലോഫെനാക് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൻമെന്റ്സ്, പെയിൻ കില്ലേഴ്സും അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൻമെന്റ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കെമിക്കൽ കോൺസ്റ്റിറ്റ്വന്റ് ആണ് ഈ ഡൈക്ലോഫെനാക്. ഈ ഡൈക്ലോഫെനാക്കിന്റെ ഉപയോഗം കാരണം വൾച്ചേഴ്സ് എക്സ്റ്റിങ്ഷൻ റേഞ്ചിലേക്ക് തന്നെ പോയിരിക്കുന്നു. അപ്പൊ അത്രയ്ക്കധികം ഡൈക്ലോഫെനാക് ആക്ച്വലി ആ ഒരു ജീവിയുടെ എക്സ്റ്റിങ്ഷന് കാരണമായിരിക്കുന്നു. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ഡൈക്ലോഫെനാക് ഒഴിവാക്കുക. അതൊരു മാറ്റമാണ്, നമ്മളൊരു സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അത്തരത്തിലൊരു ചേഞ്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയും എക്സ്റ്റൻഷന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഫോം ചെയ്യുക, പെർസുവേറ്റ് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് 4 പർപ്പസ്. കമ്മ്യൂണിക്കേഷന് പല ലെവൽസുകൾ ഉണ്ട് കേട്ടോ. അതായത് ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, ഗ്രൂപ്പ്, പബ്ലിക്, മാസ് എന്ന് പറഞ്ഞിട്ട് പല തരത്തിലായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ എല്ലാവരും സെൽഫായിട്ട് സംസാരിക്കാറില്ലേ? അതായത് നമുക്കൊക്കെ ഒരു ഇന്നർ തോട്ട് പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ എങ്ങനെയാണോ അത് ഉൾക്കൊള്ളുന്നത്, എങ്ങനെയായിരിക്കും മറ്റുള്ളവർ അതാക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കുറെ അധികം ചിന്തിക്കാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന മെസ്സേജസുകൾ നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സുമായിട്ട് പ്രോസസ് ചെയ്ത് മാറും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ആരാണ് ചാനൽ ആയിട്ട് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ആണ് ചാനൽ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇതിന്റെ ഫീഡ്ബാക്ക്, ചില ആൾക്കാർ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഒരു കണ്ണാടി നോക്കി ഒന്ന് റിഹേഴ്സ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ സ്വയം എന്ത് ചെയ്യും, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊന്ന് പ്രാക്ടീസ് ചെയ്യും, റിഹേഴ്സ് ചെയ്യും അല്ലെ. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു, യു ടോക്ക് ടു യുവർ സെൽഫ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട, ഇതിന് ഇങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ആ തോട്ട് പ്രോസസ്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫീലിങ്സിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്നത്, ഇതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പിക്ചറിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ സ്വയം നമ്മളോട് സംസാരിക്കുന്നു. ഈ ഇൻട്രാ പേഴ്സണൽ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള ഇതും ഉണ്ട്. നമുക്ക് അതിന്റെ ആംഗിൾസ് നോക്കാം. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ സ്വയം അവെയർ ആയിരിക്കാൻ, സെൽഫ് അവെയർനെസ്സിന് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് മാനേജ്മെന്റിന് കമ്മ്യൂണിക്കേഷൻ, അതായത് ഇൻട്രാപേഴ്സണൽ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും സഹായിക്കും കേട്ടോ.
വളരെയധികം പോസിറ്റീവായിട്ട് വളരെയധികം നല്ലൊരു ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രാപേഴ്സണൽ ലെവൽ, അതായിരുന്നു ഞാൻ പറഞ്ഞത്, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റൊരു ഹയർ ലെവലിലുള്ള പൊസിഷനിലുള്ള ഒരു ഓഫീസറായിട്ട് പ്ലേസ് ചെയ്ത് സംസാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ചില സിറ്റുവേഷൻസിൽ തെറ്റായിട്ടുള്ള ഡെസിഷൻസ് എടുക്കാനായിട്ട് ഇതിന് കാരണമാക്കാം. ചിലപ്പം നമ്മൾ കാട് കയറി ചിന്തിക്കും, ഒരുപാട് നമ്മുടെ മനസ്സിലൂടെ തോട്ട്സുകൾ വരുമ്പം 90% ചിന്തയായിട്ടും 20% മാത്രമേ ചിലപ്പം കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓവർ തിങ്കിങ്ങിന് ഒരു സ്കോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ മിസ്കോൺസെപ്ഷൻ, നമ്മളിങ്ങനെ ചിന്തിച്ച് തെറ്റായിട്ടുള്ള ഒരു ധാരണ വരാനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പോസിറ്റീവ് ആംഗിളും ഉണ്ട്, നെഗറ്റീവ് ആംഗിളും ഉണ്ട് ഇന്റർപേഴ്സണൽ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ആശയം നിങ്ങൾ മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇന്റർ കോളേജ് ആർട്സ് എന്ന് പറയില്ലേ, പല കോളേജുകൾ തമ്മിലുള്ള മത്സരങ്ങൾ, വളരെ ഇൻഫോർമൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വരാം. വേർബൽ നോൺ വേർബൽ സിമ്പിൾസുകൾ യൂസ് ചെയ്യാം, നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച്. സപ്പോസ് ഒരു മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഒരു ഹായ് ബൈ വരുമ്പോൾ തന്നെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കണ്ടും അതേപോലെ തന്നെ കേട്ടും മിനിമം ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻസ്, നോയ്സോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന, അതിനെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അത് ഓറൽ ആവാം, റിട്ടേൺ ആവാം. ഓറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് പറയുന്നു, അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചൊരു ഫീഡ്ബാക്ക് കിട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അതായത് പെർമനന്റ് റെക്കോർഡ്സുകൾ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു അത് അവിടെ കഴിഞ്ഞു. റിട്ടേൺ ആണെങ്കിൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്. അതിന് ഫീഡ്ബാക്കും എക്സ്ചേഞ്ച് ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മളൊരു മെയിൽ അയച്ചാൽ അപ്പൊ തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടില്ലല്ലോ. അപ്പോൾ അത് പക്ഷെ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കടക്കും, റെക്കോർഡായിട്ട് എപ്പോഴും റെക്കോർഡിക്കലായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിടക്കും. പക്ഷെ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. നേരിട്ട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനേക്കാൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മുടെ ഒരു ഓർഡർ അടിച്ചിറക്കി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 1-2 വ്യക്തികളല്ല, കുറച്ചധികം ആളുകൾ, 5, 20, 100 ആൾക്കാരിലേക്ക്, 100 വരെ ഒരു നമ്പർ നമ്മൾ പോയില്ല, പക്ഷെ എന്നാലും ഒരു ക്ലാസ് റൂമിൽ ഒരു 10-60 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പാണ്. ഐഡിയൽ സൈസ് എന്ന് പറയുന്നത് 20 ആണ്. കാര്യം നമുക്കൊരു സ്ഥലത്ത് ഒരു എക്സ്പോഷർ വിസിറ്റോ സ്റ്റഡി ടൂറിനോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 20 പേര് നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതൊരു ജനറൽ കോൺസെപ്റ്റ് ആണ്. ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസം വരും. പക്ഷെ എക്സ്റ്റൻഷനിൽ ഒരു ഐഡിയൽ സൈസ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 20-25, മാക്സിമം പോയാൽ 30 വരെയാണ്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, നമുക്കറിയാം ഒരുപാട് ആളുകൾ കൂടുന്ന വേദിയിൽ നിന്ന് സംസാരിക്കുന്നത്, നമുക്ക് ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ. കൊറോണയുടെ സമയത്തുള്ള ക്യാമ്പയിൻസുകൾ, ഇതൊക്കെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്തിട്ടും നമ്മൾ ആളുകളിലേക്ക് പല കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതും പബ്ലിക് കമ്മ്യൂണിക്കേഷന്റെ ഒരു മോസ്റ്റ് മോഡേൺ എക്സ്പ്ലനേഷൻ ആണ്. പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് കറക്റ്റായിട്ട് വളരെ വൈഡ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അതായത് റേഡിയോ, TV പോലെയുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട് ആളുകളിലേക്ക്, ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. അത് ചിലപ്പോൾ പുസ്തകങ്ങളാവാം, ചിലപ്പോൾ നമ്മുടെ മാസികകൾ, മാഗസിനുകളാവാം, കമ്പ്യൂട്ടർ ടെക്നോളജി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇന്റർനെറ്റിലോ വെബ്സൈറ്റുകളിലോ വെബ് പോർട്ടൽസിലോ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതോ, ഇതെല്ലാം മാസ് കമ്മ്യൂണിക്കേഷനിലായിട്ട് വരും. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്കുകളൊന്നും കിട്ടില്ല കേട്ടോ. ആളുകളുടെ അഭിപ്രായങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് വലിയ വ്യക്തത ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷന് പല ടൈപ്സുകളുണ്ട്. വേർബൽ, നോൺ വേർബൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പുകളുണ്ട്. വേർബലിലുള്ളത് നമ്മൾ കുറച്ച് ചെറിയൊരു തോതിൽ ഡിസ്കസ് ചെയ്തു, ഓറൽ, റിട്ടേൺ എന്ന് പറഞ്ഞ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു 40% മാത്രമേ വാക്കുകളിലൂടെ നടക്കുന്നുള്ളൂ, 60% നോൺ വെർബൽ ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് തന്നെ പല രീതിയിലുണ്ട്. കൈനസിക്സ്, പ്രോക്സിമിക്സ്, ഓക്യുലസിക്സ്, ക്രോണമിക്സ്, ഹാപ്റ്റിക്സ്, പാരാ ലാംഗ്വേജ്, പേഴ്സണൽ അപ്പിയറൻസ്, അതായത് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ്, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. എത്ര അടുത്താണ് ഓരോ ആളുകളും നിൽക്കുന്നത്, അതിനനുസരിച്ചും ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്യുലസിക്സ്, നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റ് കാരണം ഉള്ള വ്യത്യാസങ്ങൾ, അതായത് കണ്ണിലൂടെ നമ്മൾ ഒരുപാട് ഇമോഷൻസുകൾ കൈമാറാറുണ്ട്. ക്രോണമിക്സ്, അതായത് സമയത്തിന്റെ ആസ്പെക്റ്റിൽ നമ്മളൊരു ഇന്റർവ്യൂ അപ്പിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ എത്തുന്നുണ്ടോ, ഓൺ ടൈം ആണോ, ലേറ്റ് ആയിട്ട് എത്തുന്നുണ്ടോ, ഇതിൽ നിന്നൊക്കെ ഒരു പേഴ്സണാലിറ്റി എത്രത്തോളം സെൽഫ് ഡിസിപ്ലിൻഡ് ആണ് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഹാപ്റ്റിക്സ്, ടച്ചിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് വളരെയധികം പരിചയമുള്ള
നമുക്ക് വളരെയധികം മുന്നേ പരിചയമുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചിലപ്പോൾ ബ്ലെസ്സിങ്സ് തരുന്നതോ നമുക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നോ അതിലൂടെയൊക്കെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് വരാറുണ്ട്. ഹാപ്റ്റിക്സുകൾ വരുന്നുണ്ട്, പാരാ ലാംഗ്വേജസ് ഉണ്ട്, പേഴ്സണൽ അപ്പിയറൻസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ടൈപ്സുകളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു സ്ലൈഡോടെ ഞാൻ ഡെമോൺസ്ട്രേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ.